പോലീസുകാർക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ നാട്ടിൽ ഏകദേശം കിണറിനോട് അടുത്ത് തന്നെ 24 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു. അതും മുടന്തുള്ളൊരു പെൺകുട്ടി. കാലങ്ങളായി തന്റെ ഭർത്താവിനോടൊപ്പം പിണങ്ങി തന്റെ വൃദ്ധനായ പിതാവിനോടൊപ്പം താമസിച്ചിരുന്ന ഒരു കുട്ടിയുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പോലീസുകാർക്ക് വിവരം കിട്ടി. പോലീസുകാർ വൃദ്ധനെ ചോദ്യം ചെയ്തു. ഒടുവിൽ അയാൾ കുറ്റസമ്മതം നടത്തി. തന്റെ മകളെ താൻ മനഃപൂർവ്വം കൊന്നതല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ്. വൃദ്ധൻ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ എന്റെ നാടൻ തോക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വൃത്തിയാക്കുകയായിരുന്നു. എന്റെ മകൾ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. നിറതോക്കാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിയാതെ വെടിപൊട്ടി. അവളുടെ അടിവയറ്റിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി. ഭയം മൂലം ആശുപത്രിയിൽ എത്തിക്കാനോ പോലീസിൽ അറിയിക്കാനോ കഴിഞ്ഞില്ല. ഞാൻ തന്നെ ചില നാട്ടുമരുന്നുകൾ ഉപയോഗിച്ച് എന്റെ മകളെ ഒരാഴ്ചയോളം ശുശ്രൂഷിച്ചു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അടിവയറ്റിൽ പഴുപ്പ് ബാധിച്ച് അവൾ മരിച്ചു. 1 വർഷം കഴിഞ്ഞ് നാട്ടിൽ ജലക്ഷാമം വന്നപ്പോൾ എനിക്ക് അപകടം മനസ്സിലായി. ഒരിക്കൽ രാത്രി ഞാൻ തന്നെ ഇറങ്ങി എന്റെ മകളുടെ അവശിഷ്ടങ്ങൾ വാരിക്കൂട്ടി നൈൽ നദിയിൽ ഉപേക്ഷിച്ചു. എന്നാൽ ആ 3 എല്ലുകൾ നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി തന്റെ കയ്യിൽ കിട്ടിയ വെറും 3 എല്ലുകൾ കൊണ്ട് ഒരു പോലീസ് സർജൻ ഡോക്ടർ സിഡ്നി സ്മിത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഊഹിച്ചെടുത്തത് എന്ന് നമുക്ക് നോക്കാം. കിട്ടിയത് 3 ഇടുപ്പല്ലുകളായിരുന്നു. ലിംഗനിർണയത്തിന് ഏറ്റവും ഉത്തമം ഇടുപ്പല്ലുകളാണ്. അങ്ങനെ മരിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇടുപ്പല്ലിന്റെ വളർച്ചയനുസരിച്ച് പ്രായവും മനസ്സിലാക്കി. ഗർഭാവസ്ഥയിൽ ഗർഭപാത്രം വികസിക്കുമ്പോൾ ഇടുപ്പല്ലിനുള്ളിൽ ചെറിയ സുഷിരങ്ങൾ രൂപപ്പെടും. ഇതിനെ പാർട്ടൂറേഷൻ പിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയാണ് മരിച്ച പെൺകുട്ടി ഒരു തവണയെങ്കിലും ഗർഭിണിയായിരുന്നിരിക്കണം എന്ന നിഗമനത്തിലെത്തി. പെൺകുട്ടിയുടെ വലതിടുപ്പല്ല് ഇടതിടുപ്പല്ലിനേക്കാൾ വലുതായിരുന്നു. വലതിടുപ്പല്ലും തുടയിലും ചേരുന്ന സന്ധി വലുതായിരുന്നു. സാധാരണ ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ഒന്നെങ്കിൽ മുടന്തുള്ളവർക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ചവർക്കാകാം. ഇടുപ്പല്ലിൽ വെടിയുണ്ട തറച്ച ദിശ നോക്കിയപ്പോൾ നിൽക്കുമ്പോഴായിരുന്നു വെടിയേറ്റതെന്ന് മനസ്സിലായി. ശേഷം പഴുപ്പ് ബാധിച്ച ഭാഗം മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ വ്യത്യാസങ്ങൾ കണ്ടെത്തി. ഇങ്ങനെയാണ് ഒരുപക്ഷെ 7 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം മരണം സംഭവിച്ചത് എന്ന നിഗമനത്തിൽ ഡോക്ടർ എത്തിയത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സർജനായിരുന്ന ഡോക്ടർ ബി ഉമാദത്തൻ സാറിന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഈ കഥ കിട്ടിയത്.